സ്ഥിതിവിശേഷമാണ് നേരിടുന്നത്. അതുകൊണ്ടാണ് അഭൂതപൂർവമായ പ്രതിഷേധം രാജ്യമാസകലം ഉയർന്നു വന്നു. സംഭവിച്ചു എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇന്ന് രാജ്യത്ത് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. BJP RSS നയിക്കുന്ന ഒരു പാർട്ടിയാണ്. RSSന്റെ നയമാണ് BJP ഇവിടെ നടപ്പാക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കലോ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കലോ അല്ല BJPക്ക് പ്രധാനം. RSSന്റെ നയം നടപ്പാക്കലാണ് അവർക്ക് പ്രധാനം. RSSന്റെ നയം അവർ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് ഭരണഘടന പ്രഖ്യാപിക്കുമ്പോൾ ആമുഖത്തിൽ തന്നെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ മതനിരപേക്ഷതയെക്കുറിച്ച് ഭരണഘടന ഉദ്ഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഈ രാഷ്ട്രം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന നിലക്കാണ് RSS ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതവർ രഹസ്യമാക്കി വെച്ചിട്ടില്ല, പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മതാധിഷ്ഠിത രാഷ്ട്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും അവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രാജ്യം വിവിധ മതസ്ഥരുള്ള രാജ്യമാണ്. എന്നാൽ RSSന്റെ കണ്ണിൽ ഒരു മതം മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റു മതക്കാരെല്ലാം RSS നേരത്തെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങൾക്കൊന്നും അതത് മതവിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ രാജ്യത്ത് അവകാശമുണ്ടാകില്ല എന്ന് നേരത്തെ മുതൽ പ്രഖ്യാപിച്ചവരാണ് RSSകാർ. ആ നയം നടപ്പാക്കാനാണ് BJP തുടർച്ചയായി ശ്രമിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങളെ നിഷ്കാസനം ചെയ്യുക എന്നതാണ് RSS കാണുന്നത്. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതാണ് ഇന്ത്യക്കകത്ത് വിവിധ ഘട്ടങ്ങളിൽ പരിശ്രമിച്ചു വന്നിട്ടുള്ളത്, RSSന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങളായി വന്നിട്ടുള്ളത്. ഒരുപാട് വർഗീയ സംഘർഷങ്ങൾ, വർഗീയ കലാപങ്ങൾ, കൂട്ടക്കൊലകൾ
എല്ലാം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന നിലയും ചില ഘട്ടത്തിൽ വംശഹത്യ പോലുള്ള നടപടികളും കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വീട്ടിലേക്ക് മടങ്ങിപ്പോവുക എന്ന മുദ്രാവാക്യമുയർത്തി വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് ആളുകളെ ഹിന്ദു മതത്തിലേക്ക് ബലം പ്രയോഗിച്ച് മതം മാറ്റിയ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഏറിയ കൂറും അതിനിരയായത് ക്രൈസ്തവരായിരുന്നു. ഇന്ത്യയിലെ പ്രബല മതന്യൂനപക്ഷങ്ങളെന്ന നിലക്ക് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും നേരത്തെ തന്നെ ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിൽ RSS പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിൽ RSS പെടുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരെയുമാണ്. ഇത്തരം ആഭ്യന്തര ശത്രുക്കളെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുക, ഇതിനാണ് RSS ഉറച്ചു നിൽക്കുന്നത്. ഏതെല്ലാം സംഭവങ്ങൾ, എന്തിൻ്റെയെല്ലാം പേരിലുള്ള അതിക്രമങ്ങൾ, ആക്രമണങ്ങൾ, കൊലകൾ നമ്മുടെ നാടിന് കാണേണ്ടി വന്നു. ഇവിടെ ഭക്ഷണത്തിൻ്റെ പേരിൽ ആളെ കൊല്ലുന്നത് നാം കണ്ടു. പശുവിൻ്റെ പേരിൽ എത്രയോ പേർ കൊല ചെയ്യപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അവസ്ഥ പല ഘട്ടങ്ങളിലായി കാണാൻ നമുക്ക് കഴിയും. ഇന്ത്യയിലെ പ്രബലമായ മതന്യൂനപക്ഷമെന്ന നിലക്ക് മുസ്ലിം ജനവിഭാഗത്തിന് നേരെയാണ് വലിയ തോതിലുള്ള ആക്രമണം RSSന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്നാൽ ക്രിസ്ത്യാനിയെയും ഒഴിവാക്കിയിട്ടില്ല. ഗ്രഹാസ്റ്റൈനെയും 2 മക്കളെയും ചുട്ടുകൊന്ന സംഭവം ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയ സംഭവമായിരുന്നു. ഇതിനെല്ലാം ഉള്ള പ്രത്യേകത നാം കാണേണ്ടത്, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ, ആക്രമണങ്ങൾ നടക്കുമ്പോൾ, കൊലകൾ നടക്കുമ്പോൾ അതിൻ്റെയെല്ലാം ഫലം തങ്ങളുടെ കരുത്ത് വർദ്ധിക്കലാണ്. ഇതാണ് RSS കണ്ടിട്ടുള്ളത്, സംഘപരിവാർ കണ്ടിട്ടുള്ളത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കും വിധമുള്ള ക്രൂരകൃത്യങ്ങൾ നടന്നപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന ഒരു സംഘപരിവാർ നേതാവിനെയും നാം കണ്ടില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നവരും വ്യാപകമായ ആക്രമണങ്ങളിൽ പൂർണ്ണമായ മൗനം പാലിക്കുന്നത് നാം കണ്ടു. പ്രധാനമന്ത്രിയുടെ പ്രതികരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പാർലമെന്റ് സമ്മേളനം തന്നെ പൂർണ്ണമായും അലങ്കോലപ്പെടുന്ന അവസ്ഥയും നമ്മൾ കണ്ടു. എന്നിട്ടും പ്രതികരിക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി,
എല്ലാം RSS നയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, RSS നയത്തെ തള്ളാൻ തയ്യാറല്ല എന്ന് മൗനത്തിലൂടെ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇവിടെ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയാൽ, ആരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ അവരെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ തന്നെ അനുവദിക്കില്ല എന്ന അവസ്ഥ RSS സ്വീകരിക്കുകയുണ്ടായി. എത്രയോ പ്രധാനപ്പെട്ടവർ, ഉൽപ്പതിഷ്ണുക്കൾ സംഘപരിവാറിനാൽ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഒരു വ്യത്യസ്താഭിപ്രായവും വെച്ച് പൊറുപ്പിക്കില്ല എന്ന നില. അതാണ് ഈ അടുത്ത കാലത്ത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നടന്ന അതിക്രമത്തിലൂടെയും ജാമിയ മിലിയ സർവകലാശാലയിൽ നടന്ന അതിക്രമത്തിലൂടെയും വ്യക്തമായത്. വ്യത്യസ്ത സ്വരം പാടില്ല, ഞങ്ങളെ അനുസരിച്ചോളണം, ഞങ്ങൾ ചെയ്യുന്നത് എന്തും അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതാണ് തുടർച്ചയായി RSS സ്വീകരിക്കുന്ന സമീപനം. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ജനവിഭാഗത്തെ ഒരു പ്രത്യേക കണ്ണോടെയാണ് നമ്മുടെ രാജ്യത്തിലെ ഗവൺമെൻറ് കാണുന്നത്. അതിൻ്റെ ഭാഗമാണ് വിവാഹകാര്യത്തിലുള്ള നിയമനിർമ്മാണം. രാജ്യത്ത് എല്ലാ മതസ്ഥരും വിവാഹബന്ധത്തിലേർപ്പെടുന്നുണ്ട്. ചില ഘട്ടത്തിൽ ചിലർ വിവാഹമോചനവും നടത്തുന്നുണ്ട്. ഇതെല്ലാം സിവിൽ നിയമം അനുസരിച്ചാണ് നടക്കുന്നത്. പക്ഷേ മുസ്ലിം ജനവിഭാഗത്തിന് മാത്രം ഈ കാര്യം സിവിലായല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് മുത്തലാഖ് നിയമത്തിലൂടെ മുസ്ലിമിന് മാത്രം ഇന്ന് ഏക മനസ്സോടെ പ്രഖ്യാപിച്ച നാടാണ്. അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്ന് എല്ലാവർക്കും അറിയാം. ഏക മനസ്സോടെ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. എന്താ ഇപ്പോൾ ഉണ്ടായത്? അന്ന് ഭരണഘടന അനുസരിച്ച് തന്നെ ചില പ്രത്യേക പദവി ജമ്മു കാശ്മീരിന് കൊടുത്തു. പ്രത്യേക പദവിയുള്ള ഏക സംസ്ഥാനമല്ല ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ അനേക സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. പക്ഷേ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി പറ്റില്ല എന്ന നിലപാടാണ് BJP ഗവൺമെൻറ് എടുത്തത്. എന്തേ കാരണം? അത് മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാണ്. ഇതൊരു രാജ്യത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട സമീപനാണോ? ജമ്മുകാശ്മീരിനെ ഒരു സംസ്ഥാനമാക്കി നിർത്താൻ പാടില്ല
എന്ന നിലയും BJP ഗവൺമെൻറ് സ്വീകരിച്ചു. ജമ്മുകാശ്മീരിനെ 3 ഭാഗങ്ങളാക്കി തിരിച്ചു. അവിടങ്ങളിൽ രാജ്യത്തെ പൊതുവായ നിലപാടല്ല ബാധകമായത്. ഒരു സംസ്ഥാനം വിഭജിക്കേണ്ടി വരുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണെന്ന് നമുക്കറിയാം. ഇവിടെ അതൊന്നും പാലിക്കാൻ തയ്യാറായില്ല. ഭരണഘടന പ്രകാരം അവകാശപ്പെട്ട പ്രത്യേക പദവിയടക്കം പാർലമെന്റിനകത്ത് വന്ന് പോക്കറ്റിൽ നിന്നൊരു കടലാസ് കഷ്ണം എടുത്ത് വായിച്ച് റദ്ദ് ചെയ്യുന്ന പരിഹാസ്യമായ നടപടിയാണ് നാം കണ്ടത്. ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ സ്വീകരിച്ച നടപടി എന്തുകൊണ്ടാ? ഒറ്റ കാരണം, മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാണ്. ഇവിടെ രാജ്യമാസകലം ഇപ്പോൾ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നു. ആ പ്രതിഷേധത്തിന് ഇടയാക്കിയ സംഭവങ്ങൾ എന്താ? നമ്മുടെ പാർലമെന്റ് പൗരത്വ നിയമ ഭേദഗതി പാസാക്കി. 2019 ഡിസംബർ 11-നാണ് ഈ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുന്നത്. നാം കണ്ടത് അഭൂതപൂർവമായ എതിർപ്പാണ്, പ്രതിഷേധമാണ്. രാജ്യത്തിൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാം. അതേസമയം ഒരു മതത്തിലും വിശ്വസിക്കാതെ ചിലരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയും ജീവിക്കാം. ഇവർക്കെല്ലാം ഇന്ത്യ രാജ്യത്ത് തുല്യ അവകാശം. ഇതാണ് മതനിരപേക്ഷത ഉറപ്പു നൽകുന്നത്. ഇന്ത്യൻ പൗരത്വത്തിന് ഒരു ഘട്ടത്തിലും മതം അടിസ്ഥാനമായി നിന്നിട്ടില്ല. ഇവിടെ ആദ്യമായി ഈ കുടിയേറി വന്നവരെ, കുടിയേറ്റക്കാരെ പ്രത്യേക മതക്കാരായി കാണുകയാണ്. അതിൻ്റെ ഭാഗമായി ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധിസ്റ്റുകൾ, ജൈനന്മാർ, പാർസിമാർ, ക്രൈസ്തവർ, ഇത്തരം ആളുകളെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. 2014 ഡിസംബർ 31 മുൻപ് കുടിയേറിയവരാണെങ്കിൽ ഇത്രയും വിഭാഗത്തിൽപ്പെട്ടവരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കില്ല. അവരെ 5 വർഷം ഇവിടെ ഉണ്ടായാൽ അങ്ങനെ 5 വർഷം കഴിഞ്ഞവർക്ക് പൗരത്വത്തിന് അർഹതയുണ്ടാവും. നേരത്തെ മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിച്ചിരുന്നില്ല. അന്ന് നിശ്ചയിച്ച കാലാവധി 11 വർഷമായിരുന്നു. 11 വർഷം കഴിഞ്ഞാലായിരുന്നു പൗരത്വത്തിന് അർഹത. അത് 5 വർഷമായി ചുരുക്കി. ഇതിൽ ഏറ്റവും പ്രബലമായ മതന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിമിന് ബാധകമല്ല. മുസ്ലിമിനെ ഒഴിവാക്കി നിർത്തിയാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ അനധികൃത കുടിയേറ്റക്കാരായി തുടരുന്നതിനും
അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും അധികാരമില്ല എന്നതാണ് നാം കാണേണ്ടത്. അങ്ങനൊരു നിയമം കൊണ്ടുവന്നാൽ അത് നിയമവിരുദ്ധമാണ്. ഭരണഘടനാപരമായ കാര്യങ്ങൾ നടപ്പാക്കാനാണ് ഏത് ഗവൺമെൻറ്റിനും ബാധ്യത. ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ അത് നടപ്പാക്കില്ല എന്ന് പറയുന്നതിന് വേറെ ഒന്ന് ആലോചിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പറയുന്നതിനിടയായത്. ഇതോടൊപ്പം ഒട്ടേറെ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ നിയമം പാർലമെൻറ്റിൽ പാസ്സായത് 2019 ഡിസംബർ 11-നായിരുന്നുവെങ്കിൽ അതിൻ്റെ 2 ദിവസം മുൻപ് ഡിസംബർ 9-ന് പാർലമെൻറ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് തുറന്നു തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഈ പൗരത്വ ഭേദഗതി നിയമം പാസ്സായതിനു ശേഷം ദേശീയാടിസ്ഥാനത്തിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമെന്നായിരുന്നു. അപ്പോൾ വളരെ നേരത്തെ തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാൻ തയ്യാറാകുന്നുവെന്ന് അമിത്ഷാ പാർലമെൻറ്റ് വേദിയിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്താണ് ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ? ഇവിടെ നാം കാണേണ്ടത്, മുസ്ലിം ജനവിഭാഗത്തെ സാധാരണ സംഘപരിവാറുകാർ വിശേഷിപ്പിക്കാറുള്ളത് മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരെന്നാണ്. അപ്പോൾ ഈ ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അവർ കാണുന്ന മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരെയാണ്, അവരെയാണ് ലക്ഷ്യപ്പെടുന്നത്. ആ ലക്ഷ്യത്തിൽ ഇപ്പോൾ ഈ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കടന്നിട്ടുള്ളത്. അപ്പോൾ RSSനും BJPക്കും അവരുടേതായ വർഗീയ അജണ്ടയുണ്ട്, വർഗീയമായ ലക്ഷ്യമുണ്ട്, അവരുടേതായ പ്രത്യേക നയമുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്റ്ററും എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇതിലും ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നത് ഇത് മുസ്ലിമിൻ്റെ പ്രശ്നമായിട്ടല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നമാണ്. രാജ്യം എങ്ങനെ നിൽക്കണം, എങ്ങനെ തുടരണം, എന്താവണം? ഈ രാജ്യം മതനിരപേക്ഷതയാണ് അംഗീകരിച്ചിട്ടുള്ളത്. ആ മതനിരപേക്ഷ രാഷ്ട്രമായി തുടരുകയാണ് വേണ്ടത്. ഇതാണ് രാജ്യത്തെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത്. ദേശീയ പൗരത്വ രജിസ്റ്റർ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് എന്നത് രാജ്യം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു നടപടി വന്നാൽ അത് എല്ലാവരെയുമാണ് ബാധിക്കുക. അതിൽ തന്നെ പാവപ്പെട്ടവർ, എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട പാവപ്പെട്ടവരെയാണ് അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക. നമ്മുടെ മുന്നിൽ, കൺമുന്നിൽ ഒരനുഭവമുണ്ട്. അത് ആസാമിൻ്റെതാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. അത് മുസ്ലിം മാത്രമായിരുന്നില്ല,
ആസാമിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ആ വിഭാഗങ്ങളിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവർ ഈ തരത്തിൽ ഒഴിവാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുക സാധാരണക്കാരും പാവപ്പെട്ടവരും ആണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നീക്കമാണിത്. പൗരത്വത്തിന് ആധാരമായ തെളിവുകൾ ഹാജരാക്കൽ അതൊരു പ്രശ്നമാണ്. ആ തെളിവ് ഹാജരാക്കാനാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആസാമിൽ പലരും പൗരന്മാരല്ലാതായത്. ഇതാണ് ഇതിനകത്തുള്ള കള്ളപ്പോര്, യഥാർത്ഥ ഗൂഢോദ്ദേശം. ഇതിൻ്റെ ചതി എവിടെയാണ് കിടക്കുന്നത്? ഇതിൻ്റെ തന്നെ ഭാഗമായി മറ്റൊരു കാര്യമുണ്ട്. അതാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, പോപ്പുലേഷൻ രജിസ്റ്റർ, NPR എന്ന് ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഈ ജനസംഖ്യാ രജിസ്റ്റർ. ഈ ജനസംഖ്യാ രജിസ്റ്ററും പൗരത്വ രജിസ്റ്ററും പരസ്പരം ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുണ്ടാവും. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ വീടുകളിലും കയറി എന്യൂമറേഷൻ പ്രവർത്തനം, എന്തിന്? ഈ പറഞ്ഞ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കാൻ. ആ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാജ്യത്തെ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനാവുക. അതായത് നമ്മുടെ രാജ്യത്ത് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററാണ് ആദ്യം വേണ്ടത്. അതുണ്ടെങ്കിലേ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും. ഇക്കാര്യത്തിലും നമുക്ക് ഇവിടെ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടായില്ല. കാരണം ഇതെന്താണ് RSSൻ്റെ ഉദ്ദേശമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞത്. കേരളത്തിൽ ഈ പറയുന്ന ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അതിനു വേണ്ടിയുള്ള എന്യൂമറേഷൻ പ്രവർത്തനം നടക്കില്ല എന്ന് അത് പരസ്യമായി പ്രഖ്യാപിച്ച കാര്യമാണ്. അത്തരമൊരു പ്രവർത്തനം ഇവിടെ നടത്താൻ തയ്യാറല്ല. അതിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്ന രജിസ്റ്ററിൽ നിന്നാണ് പിന്നെ പൗരത്വ രജിസ്റ്ററിലേക്ക് പോവുക. അപ്പോൾ ജനസംഖ്യാ രജിസ്റ്റർ എന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മുടെ കേരളത്തിൽ സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഏതായാലും തയ്യാറല്ല. അത് ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ഈ പറയുന്ന ഒരു ആശങ്കയും സാധാരണഗതിയിൽ ആളുകൾക്ക് വേണ്ടതില്ല. പക്ഷേ എല്ലാവരും ആശങ്കയിലാണ്. കാരണം രാജ്യത്തെ ഒരു നിയമം അത് എങ്ങനെയാണ് തങ്ങൾക്ക് ബാധകമാവുക എന്ന ആശങ്കയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് ഒരു വിവരം അറിഞ്ഞത്, നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും വർക്കർമാരും ഒക്കെ ഒരു കണക്കെടുക്കാൻ പോകുന്നുണ്ട്. അത് സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായുള്ള കണക്കാണ്. അത് ആളുകൾക്ക് സഹായം ലഭിക്കാനുള്ള കണക്കെടുക്കാനാണ്. പക്ഷേ ഈ കണക്കെടുപ്പ് എന്ന് പറയുമ്പം തന്നെ ആളുകളുടെ മനസ്സിൽ ഈ പറയുന്ന നമ്മുടെ ജനസംഖ്യാ രജിസ്റ്ററിൻ്റെ കണക്കെടുക്കാനാണോ വരുന്നത് എന്നതാണ്. അങ്ങനെ ഒരു ശങ്കയും വേണ്ടതില്ല. ആ കണക്ക് വേറെ, മറ്റേ കണക്ക് നമ്മളിവിടെ എടുക്കുന്നില്ല. വീട് വീടാന്തരം കയറിയുള്ള ജനസംഖ്യാ രജിസ്റ്ററൊന്നും നമ്മളിവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം മറ്റു തരത്തിലുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും.
അതിന് വേറെ തടസ്സങ്ങൾ നമ്മളാരും ഭയപ്പെട്ട് ഉണ്ടാക്കേണ്ടതായിട്ടില്ല എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ പ്രസ്താവിക്കാനുള്ളത്. ഇവിടെ ഉള്ളൊരു പ്രത്യേകത, ഇത്തരമൊരു കിരാതമായ നടപടി കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ആവേശകരമായ പ്രതികരണമാണ് നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ചെറിയ കാര്യമല്ല. എല്ലാ വിഭാഗവും അതിനെതിരെ രംഗത്ത് വന്നു. രംഗത്ത് വരാത്ത ഒരു വിഭാഗവുമില്ല എന്താണ് വസ്തുത. സാധാരണ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ രംഗത്ത് വരാത്തവരടക്കം, സാധാരണ പ്രക്ഷോഭങ്ങളിലൊന്നും കാണാത്തവർ, അവരടക്കം രംഗത്ത് വന്നു. ഏത് പ്രക്ഷോഭവും നമ്മുടെ നാട്ടിൽ ദീർഘമായ തയ്യാറെടുപ്പിന് ശേഷമാണ് നടക്കാറ്. പക്ഷേ ഇപ്പം നടന്ന പ്രക്ഷോഭങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളി. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ജനങ്ങൾ ഇറങ്ങുകയായിരുന്നു പ്രക്ഷോഭ രംഗത്തേക്ക്. അതും ഒരു നല്ല അടയാളം തന്നെയാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ രാജ്യത്ത് വിദ്യാർത്ഥികളെടുത്ത മുൻകൈ. എല്ലാ ക്യാമ്പസുകളും സജീവമായി, എല്ലാവരും രംഗത്തിറങ്ങി. അതിലുമുണ്ട് പ്രത്യേകത. സാധാരണ പ്രക്ഷോഭ രംഗത്തിറങ്ങാത്ത, തെരുവിലിറങ്ങാത്ത ഒട്ടേറെ ഉയർന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി. IIT-കൾ, IIM-കൾ, നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്, സെൻറ്റ് സ്റ്റീഫൻസ്, ഇങ്ങനെയുള്ള പ്രശസ്തങ്ങളായ ഒട്ടേറെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ, അധ്യാപകർ, പ്രൊഫസർമാർ, അക്കാദമിഷ്യൻസ്, മറ്റു പണ്ഡിതന്മാർ എല്ലാവരും രംഗത്ത് വന്നു. ഇതാണ് സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി ഇപ്പോൾ ആ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയ രാജ്യത്തിൻ്റെ യുവത, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ബുദ്ധിജീവികൾ, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടവർ അതിശക്തമായി അതിനെതിരെ രംഗത്ത് വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെ ചലച്ചിത്ര വ്യവസായവുമായി ബന്ധപ്പെട്ടവർ, ഒരുപാട് സെലിബ്രിറ്റികൾ എല്ലാം ഇതിൻ്റെ ഭാഗമായി പ്രതിഷേധ രംഗത്ത് വന്നു. അതിശക്തമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇത്തരം ആളുകളെല്ലാം രംഗത്ത് വരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ്, ലോകരംഗത്തെ 8,000-ഓളം സ്കോളർമാർ, പണ്ഡിതന്മാർ, അക്കാഡമിഷ്യന്മാർ, 8,000-ഓളം പേര് ഒന്നായി ഒപ്പിട്ടുകൊണ്ട് ഈ നടപടിയിൽ പ്രതിഷേധിച്ചു. വിവിധ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ പ്രതികരിച്ചു. വിവിധ രാഷ്ട്ര തലവന്മാർ നമ്മുടെ രാജ്യത്തേക്ക് നിശ്ചയിച്ചിരുന്ന സന്ദർശനം റദ്ദാക്കി. വിവിധ രാഷ്ട്രങ്ങൾ നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് പരിതപിച്ചുകൊണ്ട് ഇതിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തി. ലോക ജനസംഖ്യാ രജിസ്റ്റർ ഉണ്ടായാൽ അതിൽ നീ പട്ടിക തയ്യാറാക്കാം. അപ്പോൾ അതിന് വേറെ ആശ്രയിക്കണ്ട. അപ്പോൾ ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ ആദ്യപടി എന്നത് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററാണ്. ഇതാണ് മോദി ബോധപൂർവം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ നാം കാണേണ്ട ഒരു കാര്യം, 2003-ലാണ് BJP-യുടെ ഗവൺമെൻറ്, അന്ന് BJP ഗവൺമെൻറ് ആയിരുന്നു, പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നത്. ആ ഭേദഗതി ചെയ്തപ്പോൾ അതിനകത്ത്
മറ്റൊന്നും പറഞ്ഞില്ല. ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. മതാടിസ്ഥാനത്തിലുള്ള ഒരു കാര്യവും പറഞ്ഞില്ല. ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന കാര്യം അതിൻ്റെ കൂടെ വന്നു. ആ ഭേദഗതിയിലാണ് ആദ്യമായിട്ട് ദേശീയ പൗരത്വ രജിസ്റ്റർ വരുന്നത്. ഈ ഭേദഗതി ചെയ്ത ആക്ടിൻ്റെ ചട്ടങ്ങൾ പിന്നീടുണ്ടായി. ആ ചട്ടങ്ങളിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററാണ് ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ അടിത്തറ എന്ന് ആ ചട്ടം വ്യക്തമാക്കി. അപ്പോൾ നാം കാണേണ്ടത്, ഈ പറഞ്ഞ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഇല്ലെങ്കിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നല്ലത്. പ്രതിപക്ഷവും കൂടി അത്തരമൊരു വേദി ഒരുക്കിയപ്പോൾ കേരളത്തിലെ വ്യത്യസ്ത സാമൂഹ്യ സംഘടനകളുടെ നേതാക്കൾ, വ്യത്യസ്ത മേഖലകളുടെ നേതാക്കൾ, സാംസ്കാരിക നായകർ എല്ലാം ആ വേദിയിലെത്തുകയുണ്ടായി. അവരെല്ലാം ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്തു. ഈ പരിപാടിയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചു. നാം ഒരു ചെറിയ പരിപാടിയാണ് നടത്തിയതെങ്കിലും അത് രാജ്യത്താകെ ഉയർത്തിയ സന്ദേശം വളരെ വലുതായിരുന്നു. കേരളം നമ്മുടെ രാജ്യത്തിന് ഒരു മാതൃക കാണിക്കുകയായിരുന്നു. ഇത്തരം കാര്യങ്ങളെ ഒന്നിച്ചാണ് നേരിടേണ്ടത്. നമ്മൾ ഓരോരുത്തർക്കും വികാരമുണ്ടാവും, ഓരോ സംഘടനകൾക്കും അഭിപ്രായമുണ്ടാവും. എന്നാൽ എല്ലാം കൂടി ഒത്തുചേർന്ന് അഭിപ്രായം പറയുമ്പോൾ, ആ ഒത്തുചേർന്നുള്ള പ്രകടനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശക്തി വളരെ വലുതാണ്. അതാണ് രാജ്യമാകെ അതിനെ അനുമോദിക്കുന്ന സ്ഥിതി ഉണ്ടായത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ ചില മനസ്സിൻ്റെ ഉടമകളുണ്ടല്ലോ. ആ ചെറിയ മനസ്സിൻ്റെ ഉടമകൾ ഉടനെ അതിനെതിരായി പ്രതികരിച്ചു. പാടില്ല, പാടില്ല, ഇത്തരത്തിലുള്ള ഒരു യോജിപ്പും പാടില്ല, പ്രത്യേകിച്ച് ഇവരുമായി ഒരു യോജിപ്പും പാടില്ല. എന്തൊരു കഷ്ടം എന്നാണ് പറയേണ്ടത്. നല്ല യോജിപ്പ് വളർന്നു വരുന്ന ഘട്ടത്തിൽ, വളർന്നു വന്നതിനെ രാജ്യമാകെ പ്രശംസിക്കുന്ന ഘട്ടത്തിൽ ഇവിടെയുള്ള ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ അത് കഷ്ടം എന്നല്ലാതെ മറ്റെന്താണ് പറയുക? ഏതായാലും അതിനെക്കുറിച്ച് ആലോചിക്കാൻ വീണ്ടും ഒരു യോഗം ചേർന്നു. ആ യോഗം ചേരുന്ന സാഹചര്യം ഒരുപാട് പേര് ഈ യോജിച്ച നടപടികൾക്കെതിരെ അഭിപ്രായം പറഞ്ഞ ഘട്ടമാണ്. നാടാകെ സ്വീകരിക്കുകയാണ്, രാജ്യമാകെ സ്വീകരിക്കുകയാണ്. ഇതാണ് നല്ല മാതൃക എന്ന് രാജ്യമാകെ പറയുകയാണ്. അപ്പോഴാണ് ഇത്തരം എതിരഭിപ്രായങ്ങൾ. ഏതായാലും വീണ്ടും യോഗം ചേർന്നു. എല്ലാ കക്ഷികളും അതിൽ പങ്കെടുത്തു. സർവകക്ഷി യോഗം. എല്ലാ സാമൂഹ്യ സംഘടനകളും സാംസ്കാരിക നേതാക്കളും എല്ലാം അതിൽ അണിനിരന്നു. എല്ലാവരും കഴിഞ്ഞ പരിപാടിയെ പ്രകീർത്തിച്ചു. നമുക്ക് യോജിച്ച പരിപാടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവുണ്ടായ യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനോട് മെല്ലെ സ്വകാര്യം ചോദിച്ചു, എന്താ അവസ്ഥ, നമുക്ക് ഒരു പൊതുപരിപാടി പറയണ്ടേ? ഞങ്ങളുടെ ഇടയിലുള്ള സ്ഥിതി അറിയാലോ, അത് നമുക്ക് പിന്നീട് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു. അവസാനം ആ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഘട്ടം ഞാൻ ഇത് തന്നെ പറഞ്ഞു. ഈ പൊതുവായ പരിപാടി, തുറന്നുള്ള പൊതുവായ പരിപാടി നിശ്ചയിക്കുന്നതിന് ഇപ്പോൾ കുറച്ച് പ്രയാസം പ്രതിപക്ഷ നേതാവിനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. നമുക്കറിയാലോ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ആ തീരുമാനമെടുക്കാൻ മുന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളെ ചൂണ്ടി ഞാൻ പറഞ്ഞു, സുരേഷിനെ പോലുള്ളവർ സഹായിച്ചു കൊടുക്കണം ഈ തീരുമാനമെടുക്കാൻ എന്ന്. എല്ലാവരും അത് കേട്ടു. കൂട്ടത്തിൽ അവസാനത്തെ നിർദ്ദേശം വെച്ചത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ആലോചിച്ച് ഭാവി നടപടി എന്താണെന്ന് തീരുമാനിക്കും എന്ന് പറഞ്ഞു. അത് പിരിഞ്ഞു, നല്ല നിലക്ക് പിരിഞ്ഞു. ഒരു പ്രത്യേക സംഭവം അതിനിടക്കുണ്ടായി. പാർലമെൻറ്റ് പാസ്സാക്കിയ സംവരണ
നടപടി ഒരു പ്രമേയത്തിലൂടെ നിയമസഭയെ അംഗീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഡിസംബർ 31 ആ സഭ ചേരുന്നു. ആ സഭ ചേർന്നപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ വീണ്ടും ഞാൻ ബന്ധപ്പെട്ടു. അല്ല, നമ്മളെയാണ് നിശ്ചയിച്ചത്, നമ്മൾ ഇതുവരെ ഒരു നടപടിയിലേക്ക് എത്തിയില്ല. പക്ഷെ അപ്പോഴും അദ്ദേഹം മറുപടി പറയാവുന്ന അവസ്ഥയിലല്ല. നമുക്കറിയാം എന്താണ് പ്രശ്നമെന്നുള്ളത്. എന്നാൽ അന്ന് വേറൊരു സംഭവം ഉണ്ടായി. കേരള നിയമസഭ ഏകണ്ഠമായി ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ഒരു നിയമസഭയുടെ പ്രമേയമാണത്, ചെറിയ കാര്യമല്ല. അപ്പോൾ നിയമസഭക്ക് അങ്ങനെ പ്രമേയം പാസ്സാക്കാൻ അധികാരമുണ്ടോ എന്നൊക്കെ ചിലർ പറയുകയുണ്ടായി. അതിൽ കാര്യമൊന്നുമില്ല, അത് മനസ്സിലാക്കാത്തതുകൊണ്ട് പറഞ്ഞതാണ്. എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിയമസഭക്ക് ഇത്തരം കാര്യങ്ങളിലാണ് അഭിപ്രായം പറയാൻ അധികാരമുള്ളത്. അതിന് നിയമസഭയെ ആരും വിലക്കുന്നില്ല. ഏതായാലും ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഒറ്റക്കൊറ്റക്ക് അഭിപ്രായമുള്ളവരാണ്. ഒറ്റക്കൊറ്റക്ക് അവരവരുടേതായ ശക്തിയും കാണും. ഒറ്റക്ക് എന്ന് വെച്ചാൽ ഓരോ ആളെയല്ല ഞാൻ പറയുന്നത്, ഓരോ സംഘടന, ഓരോ പ്രസ്ഥാനം എന്ന നിലക്കാണ്. പാർട്ടികൾ എല്ലാം അവർക്ക് അവരവരുടേതായ ശക്തിയും കാണും. പക്ഷെ ഇതെല്ലാം ഒന്നിച്ച് നിന്നാൽ അതൊരു മഹാശക്തിയായി മാറും. ആ മഹാശക്തിയാണ് ഇവിടെ ആവശ്യം. ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ജനങ്ങളുടേതായ മഹാശക്തി ഉയരണം. അതിനാണ് എല്ലാവരും തയ്യാറാകേണ്ടത്. ഇപ്പോഴും യോജിപ്പാണ് ആവശ്യം. യോജിച്ച നില സ്വീകരിക്കുന്നതിന് തയ്യാറാവുകയാണ് വേണ്ടത് എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ നാടിനെ ഛിന്ന ഭിന്നമാക്കാൻ, ജനങ്ങളെ ചേരികളാക്കി മാറ്റാൻ, പലതരത്തിലുള്ള ഭിന്നത ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമം നടക്കുമ്പോൾ അത് കണ്ടില്ലെന്നടിച്ച് വേറെ വഴിക്ക് പോവുകയല്ല നമ്മൾ വേണ്ടത്. നേരെ ചിന്തിച്ച് അതിനെ ചോദ്യം ചെയ്യാനും അതിനെ എതിരെ സംഘടിക്കാനും തയ്യാറാവുകയാണ് വേണ്ടത്. അതിന് ഇപ്പോഴും അവസരമുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിലും ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനം കൂടുതൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നതെന്താണ് ഈ ദിവസങ്ങളിലെല്ലാം നടന്നിട്ടുള്ള മഹാസമ്മേളനങ്ങൾ കാണിക്കുന്നത്. ആയിരങ്ങളും പതിനായിരങ്ങളുമാണ് ആ സമ്മേളനങ്ങളിൽ എത്തിച്ചേരുന്നത്. നാടിൻ്റെ പൊതുവായ വികാരമാണത്. ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.